നമസ്കാരം, ലോക മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ ഈ പടവുമായിട്ട് എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില സിനിമകൾ എന്ന് എനിക്ക് തോന്നിയത്, ഒന്ന് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമ. സിന്നേഴ്സ് എന്ന് പറഞ്ഞ പടത്തില് ക്ലൈമാക്സ് കഴിയുമ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ കാണിക്കുന്ന ആ കാഴ്ചകളൊക്കെ ഈ പടമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ട് മോഡേൺ കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ഈ പടമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കൊറിയൻ സീരീസ് ആയ ഗോബ്ലിൻ എന്ന് പറയുന്ന ഒരു കൊറിയൻ സീരീസ് ഉണ്ട്. അതും ഈ പടമായിട്ട് എനിക്ക് വളരെയധികം റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കല്യാണിയുടെയും വില്ലന്റെയും കഥാപാത്രത്തിന്റെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്റ്റോറിയാണ് സിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു കഥ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗോബ്ലിൻ എന്ന് പറയുന്ന ആ ഒരു സീരീസ് ഡീൽ ചെയ്യുന്നതാണെങ്കിൽ കൊറിയയിലെ പഴയകാലത്തെ ഒരു ദൊക്കേബി എന്ന് പറയുന്ന ഒരു മിത്തിനെ പറ്റിയും, ആ മിത്ത് ഇന്നത്തെ വേൾഡിൽ ജീവിക്കുന്നതിനെ പറ്റിയും, ആ മിത്തിലെ കഥാപാത്രം ഗോബ്ലിൻ എന്ന് പറയുന്ന കഥാപാത്രം ഇന്നത്തെ വേൾഡിലെ സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു എലൈറ്റ് ക്ലാസ് ആയിട്ട് വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ആ സീരീസിൽ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഈ പടത്തെ പറ്റി ഞാൻ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പടത്തിന്റെ സ്പോയിലറായി പോകും എന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ മറ്റൊന്നും സംസാരിക്കുന്നത്. ഈവൻ കല്യാണിയുടെ പേരോ ടോവിനോയുടെ പേരോ പോലും ഞാൻ പറയാത്തതിന്റെ കാരണം അതൊരു സ്പോയിലറായി പോകും എന്നതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി യൂട്യൂബിലും ഇന്റർനെറ്റിലും എല്ലാം പടത്തിന്റെ ഒത്തിരി സ്പോയിലറുകളുണ്ട്. പടം കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ സ്പോയിലർ ഒന്നും കാണാതെ ഫ്രഷ് ആയിട്ട് പോയി പടം കാണുന്നതാണ് നല്ലത്. കാരണം പടം ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് അതിന്റെ സ്പോയിലറുകളൊന്നും അറിയാതെ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണുമ്പോഴാണ് പടം നമുക്ക് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത്. വിക്കിപീഡിയയിൽ പടത്തിന്റെ കഥ പ്ലോട്ട് മുഴുവൻ അതേപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അവസാനത്തെ ക്രെഡിറ്റ് സീൻ വരെ വിക്കിപീഡിയയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പടത്തിന്റെ അണിയറ പ്രവർത്തകരൊക്കെ അത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. വിക്കിപീഡിയയിൽ പ്ലോട്ടൊക്കെ ഇങ്ങനെ അത്ര കൃത്യമായിട്ടൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താണ് പടം അല്ലെങ്കിൽ ആരാണ് സംവിധാനം ചെയ്തതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറുന്ന ഒരാൾ പടത്തിന്റെ പ്ലോട്ടും കൂടെ വായിച്ച് മൊത്തം കഥയും മനസ്സിലാക്കിയിട്ട് പടം പോയി കാണുന്ന ഒരവസ്ഥയായി പോകും. എന്തായാലും OTT-യിൽ വന്നിട്ടായിരിക്കും കുറെ പേര് കാണുക. അവർക്ക് കൂടെ പടം നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പരമാവധി സ്പോയിലൊന്നും പുറത്തു പോകാതിരിക്കട്ടെ. പടത്തിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.